Day4 IAM എന്ന് പറയുന്ന വലിയൊരു കമ്പനിയുടെ CEO ആണ് നമ്മുടെ കൂടെ ഉള്ളത്. ലെറ്റ്സ് വെൽക്കം ഡോക്ടർ നിലൂഫർ ഷെരീഫ്. പാർലറുകളേക്കാൾ കൂടുതൽ കോസ്മെറ്റോളജി ക്ലിനിക്കുകളാണ്. ഇതൊരു ഭയങ്കര ഗ്രോയിങ് ബിസിനസ് ആണോ? അപ്പോൾ എല്ലാവർക്കും മുടി വേണം, എല്ലാവർക്കും നല്ല സ്കിന്ന് വേണം, എല്ലാവരും ഭംഗിയിലിരിക്കണം. അപ്പോൾ അതിനുള്ള ഡിമാൻഡ് കൂടുമ്പോൾ ഒബ്വിയസ്ലി ആ ഇൻഡസ്ട്രിയും കൂടുമല്ലോ. ഒരു സെലിബ്രിറ്റിയും വന്ന് വളരെ പബ്ലിക് ആയിട്ട് ഓക്കെ ഞാൻ ആ ഡോക്ടറെ അടുത്ത് ചെയ്യുന്നുണ്ട് എന്ന് പറയാൻ അത്രമാത്രം താല്പര്യപ്പെടില്ല. ആദ്യകാലത്ത് എന്നെ റെക്കഗ്നൈസ് ചെയ്യാനുള്ള ഒരു കാരണം അതായിരുന്നു. എൻ്റെ ക്ലയൻസിന്റെ മുഖം മാറുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു ചെറിയ ബാക്കിലൊരു സംസാരം വരും. ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ദേ ടെൻഡ് ടു ഡു ഇൻ പ്ലേസസ് വെയർ ദേ ഗെറ്റ് ഇറ്റ് ഫോർ ഫ്രീ. എൻ്റെ അടുത്തൊന്ന് ഫ്രീ ആയിട്ട് എടുക്കുകയാണെങ്കിൽ എത്ര നാൾ എനിക്കത് ഫ്രീ ആയിട്ട് തരാൻ പറ്റും? ഞങ്ങളും പിടിച്ചല്ലേ എപ്പോഴും തരുള്ളൂ. ഒരു പെയ്ഡ് അവാർഡ്സോ കാര്യത്തിനൊന്നും ഞങ്ങൾ അങ്ങനെ എടുക്കാറുമില്ല. യു വിൽ ഗെറ്റ് ദി ബെസ്റ്റ് ഡെർമറ്റോളജി അവാർഡ്. അത് ഐ തിങ്ക് ദാറ്റ്സ് എത്തിക്കലി എനിക്ക് എൻ്റെ ഒരു വാല്യൂ സിസ്റ്റത്തിന് എഗെയിൻസ്റ്റ് ആയതുകൊണ്ടാണ്. ഈ ഒരു ജേർണിയിൽ എപ്പോഴെങ്കിലും ഒരു ഫൈനാൻഷ്യൽ ക്രൈസിസ് നേരിട്ടിട്ടുണ്ടോ? കുറേ ആൾക്കാർ വിചാരിച്ചു ഞങ്ങൾ കമ്പനി വിറ്റു, നിലൂഫർ ഇനി ഇതിൻ്റെ ഒരു ഭാഗമല്ല. എനിക്ക് വരുമാനം പെട്ടെന്ന് കയറാത്തതിൻ്റെ പേരിൽ ഞാൻ ടെൻഷൻ അടിച്ചിരുന്ന ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു പ്രിന്റ് ആഡ് ഞാൻ കണ്ടിട്ടില്ല, ഒരു വിഷ്വൽ ആഡ് ഞാൻ കണ്ടിട്ടില്ല, അതിഭീകരമായ ഡിജിറ്റൽ പ്രൊമോഷൻസ് കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഈ ബ്രാൻഡ് വളരുന്നത്? യു ഗോട്ട് ദി ആൻസർ. നോ ക്വാളിറ്റി. യു ഷുഡ് എൻജോയ് ദ കോമ്പറ്റീഷൻ. യു ഷുഡ് ഓൾസോ അണ്ടർസ്റ്റാൻഡ് ഒരു ഇമോഷണൽ ഇൻവെസ്റ്റ്മെന്റ് എൻ്റെ ക്ലയൻസിന് എൻ്റെ ബ്രാൻഡിൽ ഇല്ലെങ്കിൽ, പ്രൊവൈഡിങ് ബെറ്റർ സർവീസ് അല്ലെങ്കിൽ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഫോർ ദ ക്ലയൻസ്, ഇറ്റ് ഇസ് എ സിസ്റ്റം ആൻഡ് ഇറ്റ്സ് എ ബ്രാൻഡ് ദാറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ്. അല്ലാതെ ഞങ്ങളെ പോലത്തെ ഡോക്ടർമാരല്ല. 10 രൂപ നിനക്ക് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് വാപ്പ ചോദിച്ചെടുത്തതെന്ന് 100 രൂപ വാപ്പയ്ക്ക് ഉണ്ടാക്കി കൊടുത്ത ആളാണ് ഞാൻ എന്ന് പറഞ്ഞപ്പോൾ താഴെ വന്നൊരു കമന്റ് ഞാൻ ശ്രദ്ധിച്ചതാണ്. അതിന് വേണ്ടിയിട്ട് വാപ്പയുടെ പൈസ കൊണ്ട് തന്നെ UK പോയി പഠിച്ചു, USA പോയി പഠിച്ചു. സ്വന്തം ഉമ്മയല്ലേ എനിക്ക് പൈസ തന്നത്. ഗെറ്റ് ഇൻസ്പയർഡ് ഇൻ ദ റൈറ്റ് വേ. എത്രയോ ബിസിനസ് ഫാമിലിയിൽ നിന്ന് വരുന്ന കുട്ടികളുണ്ട്. പക്ഷേ ഇന്ന് ചിലപ്പോൾ ബിസിനസ്സും സൗകര്യങ്ങളും ഉണ്ടാവുന്ന ആളുണ്ടാവണമെന്നില്ല. സക്സസ്ഫുൾ അല്ലാത്ത ഒരു മാരേജ് ഞാനത് കടിച്ചു തൂങ്ങി നിന്നില്ല. എനിക്കും എൻ്റെ ഡ്രീംസും അറ്റൈൻ ചെയ്യാനുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. എനിക്ക് എൻ്റെ കാര്യങ്ങൾ നോക്കിയേ പറ്റൂ. ഐ തിങ്ക് എ ലോട്ട് ഓഫ് ഇമോഷണൽ ജേർണി ആണ് എനിക്ക് ബിസിനസ്സിൽ കൂടെ കിട്ടിയത്. The top of a mountain is the bottom of the next. ആത്മവിശ്വാസത്തോടെ എൻഗ്ലക്സ് ആർ എൻ പാസ് ആകുവാൻ ഒരേ ഒരു വാക്ക്, ആപ്പിൾ ആർ എൻ ക്ലാസ്സസ്. ഹലോ എവ്രിവൺ, വെൽക്കം ടു ബിസിനസ് ടോക്ക്. ഒരു ഏകദേശം 10 വർഷം മുൻപ് മലയാളികൾ ആദ്യമായി കോസ്മെറ്റോളജി, ഡെർമറ്റോളജി ഇങ്ങനെയൊക്കെയുള്ള വാക്കുകളൊക്കെ കേട്ടു തുടങ്ങുന്ന ഒരു സമയത്ത് ഇതിനെ അസോസിയേറ്റ് ചെയ്ത് കേട്ടുകൊണ്ടിരുന്ന ഒരു പേരാണ് ഡോക്ടർ നിലൂഫർ ഷെരീഫ് ആൻഡ് ഹെയർ ഫെയർ ക്ലിനിക്. അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം 10 വർഷങ്ങൾക്ക് ഇപ്പുറം നമ്മൾ നിൽക്കുമ്പോഴും വളരെ സക്സസ്ഫുള്ളായ അവെഞ്ചർ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന Day4 IAM എന്ന് പറയുന്ന വലിയൊരു കമ്പനിയുടെ CEO ആണ് നമ്മുടെ കൂടെ ഉള്ളത്. ലെറ്റ്സ് വെൽക്കം ഡോക്ടർ നിലൂഫർ ഷെരീഫ്. വെൽക്കം. ഈ 10 വർഷത്തിലധികമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിൽ നിന്ന് നിലു സ്വന്തമായി ഒരു ലേൺ ചെയ്ത ലെസൺ എന്തായിരിക്കും? ഇറ്റ്സ് ഓക്കെ ടു ഫെയിൽ സംടൈംസ്. എപ്പോഴും നമ്മുടെ ഗോൾ ഓൺ ടൈം നമ്മൾ അറ്റൈൻ ചെയ്യണമെന്നില്ല. നമ്മൾ എത്ര അഗ്രസീവ്ലി അല്ലെങ്കിൽ എത്ര നമ്മൾ പാഷനേറ്റ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്താലും ചിലപ്പോൾ നമുക്ക് എല്ലാം വിചാരിച്ചിടത്തൊന്നും നമ്മൾ ആ ടൈമിൽ എത്തണമെന്നില്ല. നമ്മുടെ ടീം മെമ്പേഴ്സിനെ പലരും നമ്മൾ ഗ്രൂം ചെയ്ത് നമ്മൾ അവരുടെ കൂടെ നിൽക്കുമെന്ന് വിചാരിച്ച് നമുക്കൊരു എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്യാൻ പറ്റില്ല. സോ പ്രോസസ് ഇസ് ഇമ്പോർട്ടൻറ്റ്, നോട്ട് ഹ്യൂമൻ. അല്ലെങ്കിൽ നമ്മുടെ ഒരു വ്യക്തിയുടെ എറൗണ്ട് എല്ലാ കാര്യങ്ങളും നടത്തേണ്ട ഒരു പ്രോസസ്സിൽ കൂടെ ആയിരിക്കണം ബിസിനസ് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ മൾട്ടിപ്പിൾ ടൈംസ് എന്ത് വലിയ കാര്യങ്ങളും ഒരു ഡിസിഷൻ ഒരു ദിവസം ഉറങ്ങിയിട്ട് പിറ്റേ ദിവസം എടുത്താൽ മതി എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ്. വലിയ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിലും ആ സമയത്ത് ഇല്ല, അതിനൊരു ദിവസം സമയം കൊടുക്കുക. ദാറ്റ്സ് സംതിങ് ദാറ്റ് ഐ അണ്ടർസ്റ്റുഡ്. മൂന്നാമത്തത് എൻ്റെ ബിസിനസ്സിൽ എവിടെയാണ് കൃത്യമായിട്ട് ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഞാൻ ഇൻവോൾവ് ചെയ്യേണ്ടത്, ടൈം ഫോർ ദി ബിസിനസ് ടു സസ്റ്റെയിൻ എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്ങും എനിക്ക് കിട്ടി. പിന്നെ ഐ തിങ്ക് എ ലോട്ട് ഓഫ് ഇമോഷണൽ ജേർണി ആണ് എനിക്ക് ബിസിനസ്സിൽ കൂടെ കിട്ടിയത്. ടെക്നിക്കാലിറ്റീസ് ഓബ്വിയസ്ലി നമ്മൾ അപ്ഗ്രേഡ് ചെയ്യും തോറും നമുക്കൊരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. ഈ പറഞ്ഞ പോലെ നമ്മൾ എത്ര വലുതായി നിന്നാലും ഇനിയും വളരാനുള്ള സ്കോപ്പ് ഉണ്ട് എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്. സോ ദാറ്റ്സ് വാട്ട് എൻ്റെ ഒരു ഫേവറേറ്റ് കോട്ട് ഞാൻ എപ്പോഴും പറയുന്നത്. ദ ടോപ്പ് ഓഫ് എ മൗണ്ടൻ ഇസ് ദ ബോട്ടം ഓഫ് ദി നെക്സ്റ്റ്. നമ്മളൊരു മലയുടെ മേലെ നിൽക്കുകയാണെങ്കിലും അടുത്ത വലിയ മല എത്തണമെങ്കിൽ ഒന്ന് താഴത്തെ ഇറങ്ങിയിട്ട് വേണം, ആ വാലി കൂടെ പോയിട്ട് തന്നെ വേണം. അപ്പോൾ വീണ്ടും ഒരു റീലേണിങ് സംഭവിക്കും. നമ്മളൊന്ന് ബാക്കിലോട്ട് ഒന്ന് വീഴും, എന്നിട്ട് ഒരു ഗ്രോത്ത്. അതൊക്കെയാണ്
ഞാനിതിൽ നിന്ന് ഒരു പ്രോസസ്സിൽ നിന്ന് മനസ്സിലായി അത് ജീവിതത്തിലും അങ്ങനെയാണ് എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്ങും എനിക്ക് കിട്ടി. ഒരു ഇന്റർവ്യൂവിനെ റെഫർ ചെയ്ത് ഞാൻ ചോദിക്കുകയാണ്, അതായത് ഒരു 10 രൂപ നിനക്ക് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് വാപ്പ ചോദിച്ചെടുത്തതെന്ന് 100 രൂപ വാപ്പയ്ക്ക് ഉണ്ടാക്കി കൊടുത്ത ആളാണ് ഞാൻ എന്ന് പറഞ്ഞപ്പോൾ താഴെ വന്നൊരു കമന്റ് ഞാൻ ശ്രദ്ധിച്ചതാ. അതിന് വേണ്ടിയിട്ട് വാപ്പയുടെ പൈസ കൊണ്ട് തന്നെ UK പോയി പഠിച്ചു, USA പോയി പഠിച്ചു, അത് കഴിഞ്ഞ് ക്ലിനിക്ക് വിട്ടു, അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പറയാൻ എന്ത് അധികാരം എന്ന് ചോദിച്ചത്. ആ ഒരു കമന്റിന് എങ്ങനെ റെസ്പോണ്ട് ചെയ്യും? എനിക്കതിന് വലിയ നാണക്കേട് തോന്നുന്നില്ല. ഞാനും കണ്ടിട്ടുണ്ട്, സ്വന്തം ഉപ്പയും ഉമ്മയല്ലേ എനിക്ക് പൈസ തന്നത്. ശരിയാണ്, എനിക്ക് ആ UK US പോകാനുള്ള ഒരു പൈസ ഒന്നും ഉണ്ടായിരുന്നില്ല. വീട്ടുകാർക്കാണെങ്കിൽ കുട്ടീനെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടി അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ അവർക്കൊരു ബുദ്ധിമുട്ടും ഇല്ല. എഡ്യൂക്കേറ്റ് എല്ലാം ചെയ്തതിന് ശേഷം വെറുതെ വീട്ടിലിരുന്നിട്ടാണ് ഞാൻ ഇരിക്കണമെങ്കിൽ പിന്നെ ഈ പറഞ്ഞ സമ്മതിക്കാം. എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. ഐ വാസ് ഡിവോഴ്സ്ഡ് അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണം, നാട്ടിൽ പോകണോ, ഇവിടെ ഇരിക്കണോ, കുട്ടിയുടെ ഒരു എഡ്യൂക്കേഷൻ നാട്ടിൽ മതിയോ, ഇവിടെ മതിയോ, ഉപ്പാടെ ബിസിനസ്സിൽ കയറണോ, നമുക്കൊരു കൺഫ്യൂസ് സ്റ്റേജ്. അപ്പോൾ ആ സമയത്തുള്ള ചീത്തവിളിയിൽ ഒന്നായിരുന്നു അത്. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത്, ശരിയാണ്, എനിക്കങ്ങനെ വെറുതെ ഇരുന്നാലൊന്നും പറ്റില്ലല്ലോ. നാളെ ഞാൻ എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും ഒരൊറ്റ മോളാണ്. വി ഓൾസോ ഹെയിൽ ഫ്രം എ ബിസിനസ് ഫാമിലി. എനിക്ക് എൻ്റേതായ ഒരു കപ്പാസിറ്റി വലുതാവണം. ഇപ്പോഴായിരിക്കണം ഞാൻ എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യേണ്ടത്, ഞാൻ എന്തെങ്കിലും പോയി പഠിക്കട്ടെ. ആ ചിന്ത വന്നത് ആ ചോദ്യം കാരണോ. എന്നിട്ട് വീട്ടുകാരുടെ അടുത്ത് തന്നെ ഞാൻ പോയിട്ട് ഇപ്പോൾ എനിക്കിങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്, എനിക്കിങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്, പോയി പഠിച്ചാൽ കൊള്ളാം, എന്നെ സഹായിക്കണം. അതിപ്പോൾ എൻ്റെ വീട്ടുകാർ ചെയ്തതിൽ തെറ്റില്ല. അപ്പോൾ ഗുഡ് യു ആർ ആസ്കിങ് മീ ഓൾ ദീസ് ക്വസ്റ്റ്യൻസ്. കാരണം ഞാൻ എപ്പോഴും ആലോചിക്കും, എൻ്റെ വീട്ടുകാരെ പൈസ എടുത്തിട്ടില്ല, ഞാൻ പോയി നാട്ടുകാർക്ക് എന്താണ് പ്രശ്നം. പക്ഷെ പോയി തിരിച്ച് ഞാൻ നാട്ടിൽ തന്നെ കൊണ്ടുവന്നിട്ട് നല്ല രീതിയിൽ അപ്പോൾ ഗെറ്റ് ഇൻസ്പയർഡ്. ഇപ്പോൾ ഇത് കേൾക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഗെറ്റ് ഇൻസ്പയർഡ് ഇൻ ദ റൈറ്റ് വേ. എത്രയോ ബിസിനസ് ഫാമിലിയിൽ നിന്ന് വരുന്ന കുട്ടികളുണ്ട്, നമുക്കൊക്കെ സുഖിച്ച് വീട്ടിലിരിക്കാം. പക്ഷേ ഇന്ന് ചിലപ്പോൾ ബിസിനസ്സും സൗകര്യങ്ങളും ഉണ്ടാവുന്ന ആളുണ്ടാവണമെന്നില്ല. അല്ലെങ്കിൽ നമ്മുടെ ഒരു കഴിവ് ദിവസേന അഡാപ്റ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ പുതിയ ലേണിംഗ് സിസ്റ്റത്തിലോട്ട് നമ്മൾ അഡാപ്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മളെ തന്നെ അതിന് കേപ്പബിൾ ആയിരിക്കണം. അതുകൊണ്ട് കോൺസ്റ്റന്റ് ലേണിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. നാട്ടിൽ നടക്കുന്ന കാര്യത്തിനോട് യു ഷുഡ് ബി അവെയർ ഓഫ് ഇറ്റ്, യു ഷുഡ് വർക്ക് എന്നുള്ളതൊക്കെയാണ് എൻ്റെ ആ ഭാഗത്തു നിന്നൊക്കെ നാട്ടുകാർ ഇൻസ്പയർഡ് ആവൂ. Therefore Iന് ഒരു പ്രിന്റ് ആഡ് ഞാൻ കണ്ടിട്ടില്ല, ഒരു വിഷ്വൽ ആഡ് ഞാൻ കണ്ടിട്ടില്ല, അതിഭീകരമായ ഡിജിറ്റൽ പ്രൊമോഷൻസ് കണ്ടിട്ടില്ല, ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഈ ബ്രാൻഡ് വളരുന്നത്, വലുതാകുന്നത്? യു ഗോട്ട് ദി ആൻസർ. ക്വാളിറ്റി. എനിക്കൊരു സ്ലോ ഗ്രോത്തും ഒരു പെർഫെക്ഷനിസത്തിലൊരു ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ്. അപ്പോൾ ഒന്നുമില്ലാതെയും ഞങ്ങൾ വളർന്നിട്ടുണ്ടെങ്കിൽ 2 കാര്യം. ഒന്ന്, അതിൻ്റേതായ കൃത്യമായിട്ട് കറക്റ്റായിട്ട് എനിക്ക് അപ്രൂവ് ചെയ്യാൻ പറ്റുന്നൊരു ടീമിനെ എനിക്ക് കിട്ടിയിട്ടുമില്ല. ഐ ഹാവ് സ്ട്രഗിൾഡ് വിത്ത് സോഷ്യൽ മീഡിയ ഗ്രൂപ്പ്. എൻ്റെ ഒരു എസ്തെറ്റിക്സോ എൻ്റെ ഒരു വിഷനെ മനസ്സിലാക്കാൻ പറ്റാത്ത കുറേ ടീമുകാർ വന്നിട്ടുണ്ട്, കുറേ പൈസ പോയിട്ടുണ്ട്, എനിക്ക് കിട്ടിയൊരു റിസൾട്ട് കിട്ടിയിട്ടുമില്ല. സോ ഇൻ ഹൗസ് ആണ് ഇപ്പോൾ ഞങ്ങളുടെ മിക്ക കാര്യങ്ങളും ഞങ്ങളിപ്പോൾ നോക്കുന്നത്. ബട്ട് ഇറ്റ്സ് ദ ക്വാളിറ്റി. എൻ്റെ ക്ലയൻറ്റിൻ്റെ റിറ്റൻഷൻ ഇസ് പ്രിറ്റി സ്ട്രോങ്. എവിടെയെങ്കിലും ഒരു NRI ക്ലയൻസ് ആണെങ്കിലും എല്ലാ കൊല്ലം ഞങ്ങളുടെ അടുത്ത് വരുന്നൊരു ടീമുണ്ട്. ഒരു ക്ലയൻറ്റ് കുറച്ച് നാൾ പോയിട്ട് കാണാണ്ടായാലും വേറെ ക്ലിനിക്ക് പോയാലും തിരിച്ചത് വരുന്നുണ്ട്. സോ റിറ്റൻഷൻ ഭയങ്കര സ്ട്രോങ്. അച്ഛനും അമ്മയും 2 സെപ്പറേറ്റ് ബിസിനസ് നടത്തിക്കൊണ്ടിരുന്ന ആളുകളായതുകൊണ്ട്, വളരെ സക്സസ്ഫുൾ ആയി പോയിക്കൊണ്ടിരുന്ന ആളുകളായതുകൊണ്ട് ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ എളുപ്പമായിരുന്നു. ബിസിനസ്സിൽ ഇറങ്ങാനല്ല, ബിസിനസ്സിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ഞാൻ അവരുടെ പ്രശ്നങ്ങൾ ഓർക്കും. അവർ ഡീൽ ചെയ്തിരിക്കുന്ന ബിസിനസ് പ്രശ്നങ്ങൾ ഞാൻ ഓർക്കും. ഇന്ന സമയത്ത് ഇന്ന സ്റ്റാഫ് ഇറങ്ങി പോയ സമയത്ത് എൻ്റെ ഉമ്മ എന്തായിരുന്നു ചെയ്തിരുന്നത്, ഉമ്മ അതെങ്ങനെ ഡീൽ ചെയ്തിരുന്നത്. ഇപ്പോഴും ഞാൻ ഉമ്മയുടെ മാനേജേഴ്സിനെ വിളിക്കും. എനിക്കിപ്പോൾ ഉമ്മയുടെ കൂടെ 30 കൊല്ലമൊക്കെ ഉള്ള സ്റ്റാഫുകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഉപ്പാടെ സ്റ്റാഫുകളൊക്കെ വിളിച്ച് ചോദിക്കുമ്പോൾ എന്തായിരുന്നു അന്ന് എടുത്ത ഡിസിഷൻ, എങ്ങനെയായിരുന്നു, അതൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അതൊന്ന് ഞാൻ മിമിക് ചെയ്യാൻ നോക്കും എൻ്റെ ബിസിനസ്സിൽ. സോ കയറാനായിരുന്നില്ല, സസ്റ്റെയിൻ ചെയ്ത് പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ ഇവരെ നോക്കിയും ഇവരെ ചാലഞ്ചസ് എങ്ങനെ ഇവർ സോൾവ് ചെയ്ത് നോക്കി മനസ്സിലാക്കിയിട്ട് എനിക്ക് എളുപ്പമാക്കി തന്നിട്ടുണ്ട്. ഒരു ബിസിനസ് റോൾ മോഡൽ ഉണ്ടോ? ഒരാളല്ല, പല ആൾക്കാരും ഉണ്ട് എനിക്ക്. എൻ്റെ ഉപ്പാടെ കയ്യിൽ നിന്ന് കുറേ കാര്യങ്ങൾ ഞാൻ പഠിച്ചിട്ടുണ്ട്. എൻ്റെ ഉമ്മയുടെ ടൈം മാനേജ്മെൻറ്റ്, ഷീ ഈസ് നോൺ ഫോർ ഹർ ടൈം മാനേജ്മെൻറ്റ്. ഇപ്പോഴും ഞാനും ഉപ്പയും ഒക്കെ എൻ്റെ ഉമ്മാടെ നിന്ന് അത് ഇൻസ്പയർഡ് ആണ്. ഹൗ ഷീ ഏബിൾ ടു ജസ്റ്റ് റൺ തിങ്സ് സോ സക്സസ്ഫുള്ളി. ഉപ്പാടെ ഉമ്മാടെയും ബിസിനസ് അവരവരുടെ രീതിയിൽ ദേ ആർ വെരി സക്സസ്ഫുൾ. ഇസ് ഓൾസോ ബിക്കോസ് ഉപ്പ ഹാസ് ബീൻ വെരി സപ്പോർട്ടീവ്, ഉമ്മ ഹാസ് ബീൻ വെരി സപ്പോർട്ടീവ്. ഉമ്മാടെ ഒരു ടീം മാനേജ്മെൻറ്റ് അതെല്ലാം എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്.
പിന്നെ ദർ ആർ എ ലോട്ട് ഓഫ് ബിസിനസ് ബുക്സ് ഇല്ലെങ്കിൽ പേഴ്സണാലിറ്റീസ് എങ്ങനെ ഇവിടെ എത്തി, അവരുടെ ചിന്താഗതിയിൽ നിന്നുള്ള വ്യത്യാസം, അവർ അൺകൺവെൻഷണൽ നാട്ടുകാർ പറയുന്ന കാര്യത്തിന് എഗൻസ്റ്റ് അവർ വിശ്വസിച്ച് അവർ മുന്നോട്ട് പോയ പല ഡോക്യുമെൻ്ററീസും സ്റ്റോറീസും ഒക്കെ ഇറ്റ് ഇൻസ്പയേഴ്സ് മീ. ഇപ്പോൾ ചുറ്റുമുള്ള എൻ്റെ ഫാമിലിയിൽ തന്നെ കുറേ ബിസിനസ്സുകാരുണ്ട്, വെരി സക്സസ്ഫുൾ. കുറേ എനിക്ക് അടുത്തറിയുന്ന എത്രയോ കൂട്ടുകാരാണെങ്കിലും ബിസിനസ്സുകാരുള്ളതുകൊണ്ട് എല്ലാവരുടെയും നിന്നും എനിക്ക് കുറച്ച് ഇൻസ്പിറേഷൻ കിട്ടാറുണ്ട്. ഒരു സാധാരണ മലയാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു പേഴ്സണൽ ലൈഫ് എന്ന് പറയുന്നത് ഒരു പ്രായത്തിൽ കല്യാണം കഴിക്കുക, കുട്ടി ഉണ്ടാവുക, പിന്നെ ഭർത്താവിൻ്റെ കൂടെ നമ്മൾ എത്ര വലിയ പ്രൊഫഷണൽ ലൈഫ് ഉണ്ട് എന്ന് പറയുമ്പോഴും നമ്മുടെ ഒരു ലൈഫ് പാർട്ട്ണറുടെ കൂടെ ജീവിക്കുക എന്ന് പറയുന്ന ഒരു ടിപ്പിക്കൽ മലയാളി മൈൻഡ് സെറ്റിൽ നിന്ന് മാറി നിൽക്കുന്ന ആളാണ് നിലു. അപ്പോൾ 2 വിവാഹം കഴിഞ്ഞു, രണ്ടും അത് സക്സസ്ഫുൾ ആയില്ല എന്ന് ചിന്തിക്കുന്ന ആളാണ്. അപ്പോൾ ഇത് വെച്ച് ആളുകൾ വിലയിരുത്താറുണ്ടോ? എത്ര വലിയ ബിസിനസ്സുകാരിയാണെങ്കിലും ആ കാര്യമൊന്നും ശരിയായില്ലല്ലോ എന്നുള്ള ആ ഒരു യു ക്യാൻ സീ ഇറ്റ് ഇൻ 2 ways. ഒന്ന്, ദർ ക്യാൻ ബി എന്നെ ഇങ്ങനെ നിങ്ങൾക്ക് കാണാം, ഞാനൊരു അൺഫെയ്ത്ത്ഫുൾ അല്ലെങ്കിൽ ഒരു സക്സസ്ഫുൾ അല്ലാത്ത ഒരു മാരേജിൽ ഞാനത് കടിച്ചു തൂങ്ങി നിന്നില്ല. എനിക്കും എൻ്റെ ഡ്രീംസും അറ്റൈൻ ചെയ്യാനുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. നാളെ എൻ്റെ ഹസ്ബൻഡ് അത് സപ്പോർട്ട് ചെയ്താലും ചെയ്തില്ലെങ്കിലും എനിക്ക് എൻ്റെ കാര്യങ്ങൾ നോക്കിയേ പറ്റൂ എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഐ ക്യാൻ മൂവ് ഔട്ട്. അപ്പോൾ ദർ ഇസ് എ ലോട്ട് ഓഫ് വിമൻ അവർ പല കാരണങ്ങൾ കൊണ്ടും കുട്ടിക്ക് വേണ്ടിയിട്ടും വീട്ടുകാർക്ക് വേണ്ടിയും നാട്ടുകാർക്ക് വേണ്ടിയിട്ടൊക്കെ അവരുടെ മാരേജസിന് അവർക്ക് നിൽക്കാം. എനിക്കത് നിൽക്കാൻ തോന്നാത്തതിന് എൻ്റേതായ പേഴ്സണൽ റീസൺസ് ഉണ്ട്. ഐ വാണ്ടഡ് മൈ റെസ്പെക്റ്റ് ഇൻ ദ മാരേജ്. അല്ലാതെ ഞാൻ വീട്ടിൽ ഇത്രയും ജോലി ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ കെട്ടിലമ്മ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ എന്താണാവോ ഇന്ന് CEO വന്നിട്ടുണ്ടല്ലോ, അങ്ങനത്തെ ഒക്കെ ഒരു ആറ്റിറ്റ്യൂഡിൽ ചോദ്യങ്ങൾ വരുമ്പോൾ എൻ്റെ ജോലി മാത്രമല്ല, എൻ്റെ മൊത്തമായിട്ട് എൻ്റെ വാല്യൂയെ നിങ്ങൾ ഇടിച്ച് താഴ്ത്തുകയാണ്. അങ്ങനത്തെ ഒരാളുടെ കൂടെ ഒന്നും നമുക്ക് ജീവിക്കാൻ പറ്റില്ല വീണ. അതിന് അപ്പോൾ വാട്ട് ഡു ഐ ടേക്ക്? എൻ്റെ കരിയർ അല്ല അവിടെ വലുത്. യു അണ്ടർസ്റ്റുഡ്? ഇതൊരു എൻ്റെ ജോലിയാണ് എൻ്റെ വലുത്. എനിക്ക് എൻ്റെ മാരേജ് വേണം, എനിക്കും ഫാമിലി വേണം, എനിക്കും ഒരു സ്റ്റേബിൾ ഒരു റിലേഷൻഷിപ്പ് വേണം. അല്ലാതെ ഞാൻ ഈ ന്യൂ ജെൻ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഐ വോണ്ട് ടു ലിവ് സിംഗിൾ, ദിസ് ഇസ് മൈ, അങ്ങനെയൊന്നുമല്ല. ലൈക്ക് ഐ ഓൾസോ വാണ്ടഡ് എ നോർമൽസി വേർ ഇപ്പോഴത്തെ സൊസൈറ്റിയിൽ കാണുന്ന കുട്ടികൾ, ഭർത്താവ് ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ലൈക്ക് ദേ സേ മേ ബി എഫിഷ്യൻസി കുറച്ച് കൂടുതലുള്ള ഒരു പെൺകുട്ടീനെ ആക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു സ്വന്തം പൊക്കണ പോലെ തോന്നരുത്. പക്ഷേ സംവേർ ഐ ഫീൽ ദാറ്റ് ഞാൻ എവിടേക്കോ എൻ്റെ കരിയർ പാത്ത് ഞാനത് തെളിയിച്ചതുകൊണ്ട് മേ ബി എൻ്റെ പാർട്ട്ണറിന് അതിനനുസരിച്ച് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലെങ്കിൽ എനിക്കറിയില്ല, എനിക്ക് കൃത്യമായിട്ട് വാക്ക് അതിന് ഉപയോഗിക്കാൻ അറിയില്ല, ഇല്ലാത്തതുകൊണ്ട് എന്നെ തന്നെ അത് വാല്യൂ ഇടിച്ച് താഴ്ത്തിയതുകൊണ്ടാണ് ഞാൻ ആ മാരേജിൽ നിന്ന് വാക്ക് ഔട്ട് ചെയ്യാൻ തീരുമാനിച്ചത്. സോ ഗെറ്റ് ഇൻസ്പയർഡ് ഇൻ ദാറ്റ്. അതുകൊണ്ട് പേഴ്സണൽ റിലേഷൻഷിപ്പിൽ എപ്പോഴും ഞാൻ എൻ്റെ ഹാർട്ടാണ് കൊടുക്കുക. അവിടെ എൻ്റെ ബുദ്ധിയെ വർക്ക് ചെയ്യില്ല, ബ്രെയിനെ വർക്ക് ചെയ്യില്ല. നമ്മൾ പല കാര്യങ്ങളും നമുക്കത് മനസ്സിലായാലും വീണ നമ്മൾ ക്ഷമിച്ചു കൊടുക്കും. നമുക്കറിയാം ചില കാര്യങ്ങൾ നമ്മുടെ ഭർത്താക്കന്മാർ ഇങ്ങനെയൊക്കെ ആണെന്ന് അറിഞ്ഞാലും നമ്മൾ ചില സമയത്ത് അത് ഭയങ്കര പ്രശ്നമാകുമ്പോഴേ നമ്മൾ ചിലപ്പോൾ ഡിസിഷൻസ് എടുക്കുകയുള്ളൂ. സോ ബിസിനസ്സിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ ഇറ്റ്സ് നോട്ട് ലൈക്ക് പേഴ്സണൽ കാര്യം പോലെയല്ല. ദെയർ ഐ ഗിവ് മൈ ബ്രെയിൻ, നോട്ട് മൈ ഹാർട്ട്. അവിടെ എനിക്ക് നമ്പേഴ്സ് ഇല്ലെങ്കിൽ ഡേറ്റ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് അനാലിസിസ് നടത്തുക, അല്ലെങ്കിൽ മാർക്കറ്റ് അണ്ടർസ്റ്റാൻഡിങ്, ഞങ്ങളുടെ സ്ട്രെങ്ത്, ഞങ്ങളുടെ വീക്ക്നെസ്, അല്ലെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ ഫെയിൽ ചെയ്തു, എന്താണ് നമ്മളിവിടെ എത്താത്തത്, അത് കൃത്യമായിട്ട് ഇമോഷൻസ് പാർക്ക് ചെയ്യാതെ ഐ ക്യാൻ ക്ലിയർലി സീ ദാറ്റ്. പേഴ്സണലി എനിക്കൊരാളടുത്ത് അറ്റാച്ച്മെൻറ്റ് വരും. അത് ഞാൻ ഓഫീസിലാണെങ്കിലും ഒരാൾ ഒരു എക്സ്ട്രാ പെർഫോം ചെയ്യും, ഒരു നല്ലൊരു ക്യാരക്ടർ വരുമ്പോൾ ഞാൻ കുറച്ചൊരു വീക്ക് ഹാർട്ടഡ് ആണ്. അത് കാണുമ്പോൾ കഴിയുന്നത്ര ഞാൻ അയ്യോ നിലു അവരെ പേഴ്സണലി ഇഷ്ടപ്പെടാൻ നോക്കല്ലേ. കാരണം എനിക്ക് അവിടെ ഞാൻ കൈൻഡ്നെസ് തുടങ്ങും. കൈൻഡ്നെസ് വരാതിരിക്കാനാണ് ഞാൻ എപ്പോഴും എന്നെ തന്നെ ട്രെയിൻ ചെയ്തിരിക്കുന്നത് വർക്ക് സൈഡിൽ പേഴ്സണലി. ബട്ട് ഐ എം നോൺ ടു ബി എ വെരി കൈൻഡ് പേഴ്സൺ. ഈ പ്രൊഫഷണൽ ലൈഫ് നമ്മളൊക്കെ, എനിക്കിപ്പോൾ മനസ്സിലാക്കിയതെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എപ്പോഴും പ്രൊഫഷണൽ ലൈഫിനാണ്. ഇപ്പം ഞാനാണെങ്കിലും നിലുവിനോട് സംസാരിക്കുമ്പോഴാണെങ്കിലും ഒക്കെ. പക്ഷെ നമുക്കത് ബാലൻസ് ചെയ്യാൻ പറ്റാത്തത് നമ്മുടെ ഒരു പരാജയമല്ലേ? ബാലൻസ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത് ജീവിതത്തിൽ ഓരോ സമയത്തും ഓരോ പ്രയോറിറ്റി നമ്മൾ കൊടുക്കണം. ഈ സമയം അതും കൂടെ ഭർത്താക്കന്മാർ മനസ്സിലാക്കണം. നമ്മൾ രണ്ടുപേരും ഇപ്പോൾ കഷ്ടപ്പെട്ട് ജോലി ചെയ്താൽ നമുക്ക് ചിലപ്പോൾ പ്രായമായിട്ട് ഇരിക്കുമ്പോൾ നമ്മുടെ മക്കളെ കണ്ട്
നമുക്ക് ആസ്വദിച്ചിരിക്കണമെങ്കിൽ നമുക്ക് നമ്മളുടേതായ ഒരു വെൽത്ത് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യാൻ വീട്ടിലിരുന്നുകൊണ്ട് കിട്ടില്ല. കുടുംബത്തിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഒരു സ്വത്തും അതിന് ചിലപ്പോൾ മതിയാവില്ല. നമ്മുടെ മക്കൾ ഇനി വരുന്ന യൂണിവേഴ്സിറ്റി ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും. അവരുടെ എക്സ്പെൻസസ് പഴയ പോലെ അല്ല, അവരുടെ ആഗ്രഹങ്ങളും വലുതാണ്. വീട്ടിലത്തെ ഒരു ഫൈനാൻഷ്യൽ സെറ്റപ്പ് മാത്രം നോക്കാൻ പറ്റില്ല, നമുക്കൊന്നിച്ച് ജോലി ചെയ്യണം. അപ്പോൾ എന്ത് വേണം, രാവും പകലും ചിലപ്പോൾ ഈ ഒരു പ്രായത്തിൽ 20-ലും 30-ലൊക്കെ നമ്മൾ ചിലപ്പോൾ ജോലി ചെയ്യേണ്ടി വരും. അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണോ? അപ്പോൾ നമ്മൾ ആ സമയത്ത് അത് പ്രയോറിറ്റൈസ് ചെയ്യണം ആസ് എ കപ്പിൾ. ആൻഡ് ദെൻ പ്രോബബ്ലി നമ്മൾ ചിലപ്പോൾ ഒരു ഹൗസ് ഹെൽപ്പിനൊക്കെ വെക്കും. നമ്മൾ ചിലപ്പോൾ ഒരു സമയമാകുമ്പോൾ നമ്മൾ അതിന് ചിലപ്പോൾ പ്രയോറിറ്റി കൊടുക്കില്ല. നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യും, ലൈക്ക് നൗ വി വർക്ക്ഡ് സോ മച്ച്, നമ്മുടെ മാരേജിൽ നമുക്ക് പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് നമ്മുടെ സമയമായിരിക്കും, നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള സമയമായിരിക്കും. അപ്പോൾ പ്രയോറിറ്റിക്ക് അനുസരിച്ച് ആസ് എ ടീം, ആസ് എ കപ്പിൾ നിങ്ങൾക്ക് അതിന് കൃത്യമായിട്ട് ഡിസിഷൻസ് എടുക്കാൻ പറ്റും. അതിൽ നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്യണമെങ്കിൽ സക്സസ്ഫുള്ളി മാരേജ് കൊണ്ടു നടക്കാൻ പറ്റും. ആ ബാലൻസ് നടക്കും. ഈ ബാലൻസ് എന്ന് പറയുന്നത് എന്താ, മക്കളെ നോക്കണം, ഭർത്താവിനെ നോക്കണം, നമ്മുടെ ജോലി നോക്കണം, നമ്മുടെ ഫൈനാൻഷ്യൽ അണ്ടർസ്റ്റാൻഡിങ്ങിനനുസരിച്ച് നമ്മുടെ നീഡ്സ് അനുസരിച്ചിട്ടൊക്കെ നമ്മൾ അതിനൊരു വഴി കണ്ടുപിടിക്കണം. ഇത് ബാലൻസ് ചെയ്യാൻ പറ്റും. ബട്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഷുഡ് ബി എ ടീം. എൻ്റെ കാര്യത്തിൽ അതായിരുന്നില്ല. That was why marriage failed. ഈ ഒരു ബിസിനസ്സിലെ ബിസിനസ് പാർട്ട്നേഴ്സ് എന്നുള്ള പോലെ ഈ ഒരു ക്ലിനിക്കിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന ഡോക്ടേഴ്സ് ആയിരിക്കും നമ്മുടെ ബിസിനസ് പാർട്ട്നേഴ്സ് എന്നുള്ള ആ ഒരു ഫേസ് നൽകുന്നത്. ഇപ്പം ഇവരിൽ പലരും നമ്മളുടെ അടുത്തുനിന്ന് വിട്ടു പോവുക അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഉണ്ടാവാതിരിക്കുക എന്ന് പറയുമ്പോൾ അതും ഒരു ചലഞ്ച് തന്നെയല്ലേ? ഇപ്പോൾ കൊച്ചിയിൽ നിങ്ങൾ 10 ടോപ്പ് ക്ലിനിക്സ് ഉണ്ടെങ്കിൽ അതിൽ എല്ലാം എൻ്റെ ടീം മെമ്പേഴ്സാണ്. ഓക്കെ, അതിപ്പോൾ മരട് തൊട്ട് എടപ്പള്ളി വരെ. പക്ഷേ എനിക്കതിനൊരു വിഷമമില്ല. ക്ലയൻസ് ഇറങ്ങി പോകാറുണ്ട്. പക്ഷെ ഞാൻ എപ്പോഴും പറയും 6 months, ഗിവ് ഇറ്റ് 6 months. എത്രയോ ക്ലയൻസ്, ഐ സ്വെയർ ഓൺ മൈ ചൈൽഡ്, എത്രയോ ക്ലയൻസ് തിരിച്ചു വന്ന് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ അവിടുത്തെ ഒരു റിസൾട്ടോ നിങ്ങളുടെ അവിടുത്തെ ഒരു രീതികളോ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ദാറ്റ്സ് ബിക്കോസ് വി ഇൻവെസ്റ്റ് ഓൺ ദാറ്റ് സോർട്ട് ഓഫ് എ മെഷീനറി ആൻഡ് എക്സ്പെർട്ടീസ്. അല്ലാതെ ഒരു മനുഷ്യൻ മാത്രമല്ല ഞാനവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഒരു ഡോക്ടർ വരുമ്പോൾ ഈ ഒരു MD ഡെർമറ്റോളജി പഠിച്ച ഒരു മനുഷ്യന് കോസ്മെറ്റോളജിയിൽ വലിയ വിവരം ഉണ്ടാവണമെന്നില്ല. ഒരു സയൻസ് ബാക്കപ്പ്, ഒരു സ്കിൻ്റെ ഒരു ബാക്കപ്പ് മാത്രമായിരിക്കും അവർക്കൊരു ഫാർമസ്യൂട്ടിക്കൽ അപ്രോച്ചാണ്. ഒരു പിമ്പിൾ വന്നു കഴിഞ്ഞാൽ ക്ലിൻഡാമൈസിനും ബെൻസാൽ പെറോക്സൈഡും അല്ലെങ്കിൽ എഡാപ്ലിനും കൊടുക്കുക എന്ന് മാത്രമേ അവരുടെ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ളൂ. അതിൽ നിന്ന് സ്കിന്നിൻ്റെ ഒരു ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യണം, അല്ലെങ്കിൽ എൻറ്റയർ സ്കിൻ്റെ പ്രതിരോധ ശക്തി എങ്ങനെ ബെറ്റർ ആക്കാൻ പറ്റും. ഇല്ലെങ്കിൽ എനിക്കെപ്പോഴും ഫാർമസ്യൂട്ടിക്കൽ കാര്യങ്ങളൊക്കെ ഒരു കൺട്രോൾ മെഷറാണ്, അല്ലാതെ അത് വെച്ച് ട്രീറ്റ് ചെയ്യുന്ന അല്ല ഞങ്ങളുടെ സയൻസ്. അപ്പോൾ ഇത് മൊത്തം അവരുടെ ബ്രെയിനിനെ റീലേൺ ചെയ്യിപ്പിച്ച് ആ റിസോഴ്സിനെ ബെറ്റർ ആക്കി ഞാൻ മൊത്തം ഈ ടെക്നോളജിയിലോട്ട് അവരെ പ്ലഗ് ഇൻ ചെയ്ത് അവരൊന്ന് ഗ്രോ ചെയ്യുമ്പോഴത്തേക്കും എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടാവുമായിരിക്കും. ചിലപ്പോൾ എനിക്ക് സ്വന്തമായിട്ടൊരു ക്ലിനിക്ക് തുടങ്ങണം, ഇല്ലെങ്കിൽ അപ്പോഴത്തേക്കും വേറൊരു ബ്രാൻഡുകാർ ചിലപ്പോൾ അവർ കൊത്തിക്കൊണ്ട് പോയിരിക്കും ഒരു 3x സാലറിയിലൊക്കെ. പക്ഷേ ഞങ്ങൾ ഗ്രോ ചെയ്തിട്ടല്ലേ ഉള്ളൂ. ഞാനെപ്പോഴും അത് ആലോചിക്കുന്നത്, നോ മാറ്റർ. അപ്പോൾ അതൊക്കെ ഒരു എല്ലാ ഇൻഡസ്ട്രിയിലും ഉണ്ട്. കമോൺ, ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അവേഴ്സ്. ഇപ്പോൾ ഹോസ്പിറ്റലിൽ, ഇപ്പോൾ ഈ ഹോസ്പിറ്റൽ ഫുൾ ടീം മറ്റേ ഹോസ്പിറ്റലിൽ പോയി ജോയിൻ ചെയ്യും. അതൊക്കെ പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ദ ബിസിനസ് ആണ്. യു ഷുഡ് എൻജോയ് ദ കോമ്പറ്റീഷൻ. യു ഷുഡ് ഓൾസോ അണ്ടർസ്റ്റാൻഡ് ഒരു ഇമോഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് എൻ്റെ ക്ലയൻസിന് എൻ്റെ ബ്രാൻഡിൽ ഇല്ലെങ്കിൽ ഒരു ഡോക്ടർ ഇറങ്ങി പോകുമ്പോഴത്തേക്കും അത് പോവുകയാണെങ്കിൽ ഹൗ ക്യാൻ വി ബി ബെറ്റർ ഇൻ ടേംസ് ഓഫ് പ്രൊവൈഡിങ് ബെറ്റർ സർവീസ് അല്ലെങ്കിൽ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഫോർ ദ ക്ലയൻസ് ദാറ്റ് ഇറ്റ് ഇസ് എ സിസ്റ്റം ആൻഡ് ഇറ്റ്സ് എ ബ്രാൻഡ് ദാറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ്. അല്ലാതെ ഞങ്ങളെ പോലത്തെ ഡോക്ടർമാരല്ല. ഈ ഡെർമറ്റോളജി, കോസ്മെറ്റോളജി, ഇതൊക്കെ നമ്മൾ ആദ്യം വിചാരിക്കുക ഇതൊക്കെ ഭയങ്കര എലീറ്റ് ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് മാത്രം ഉള്ളതാണ്, വളരെ പൈസ ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് ചേച്ചിയുടെ ഒരു കാലത്തോട് വന്നതോടുകൂടി അത് വളരെ ജനറലൈസ് ചെയ്തു അല്ലെങ്കിൽ നോർമലൈസ് ചെയ്തു. സാധാരണക്കാർക്കും ഇതൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റും, ഇതൊന്നും ഇത്ര വലിയ സംഭവമൊന്നും അല്ല എന്നുള്ള ആ ഒരു സാധനം ഈ സാധാരണക്കാരെ എങ്ങനെ എഡ്യൂക്കേറ്റ് ചെയ്തത്? മാർക്കറ്റിൽ ഒരു അവയർനെസ് വന്നു തുടങ്ങി. അതിന് സോഷ്യൽ മീഡിയയും അതിൽ കൂടെ വന്നിരിക്കുന്ന ഇൻഫ്ലുവൻസേഴ്സ് എല്ലാം ഞങ്ങൾ സഹായിച്ചിട്ടുണ്ട്. ഇന്ന കാര്യങ്ങളിൽ PRP അല്ലെങ്കിൽ ഫേസിൽ നമ്മളിങ്ങനെ ഇത്രയും കാലം ഇൻജെക്റ്റബിൾസ് എല്ലാം കൂടുതൽ എനിക്കൊന്ന് സോഷ്യലി അവയർനെസ് കൊടുത്തിരിക്കുന്നത് ഇൻഫ്ലുവൻസേഴ്സും ഈ മീഡിയകളൊക്കെ തന്നെ. എന്നെക്കാട്ടും കൂടുതൽ ഞങ്ങൾക്ക് എത്ര പരസ്യം ചെയ്താലും ആൾക്കാർക്ക് ഇതിന് അഗെയിൻസ്റ്റ് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇപ്പോൾ അപ്പോഴും പാർലറിൽ പോകുന്നൊരു ജനതയായിരുന്നു, അല്ലാതെ എൻ്റെ അടുത്തേക്ക് വരുന്നൊരു ഗ്രൂപ്പ് ആയിരുന്നില്ല. പക്ഷേ കാലം മാറി ഒരു 15 കൊല്ലം ഇപ്പുറത്ത് നോക്കുമ്പോൾ നമുക്ക് ശരിക്കും മനസ്സിലാവും, അല്ല ഒരാളെ അടിമുടി മാറ്റണം, അല്ലാതെ മൂക്കും ലിപ്സും എല്ലാം കോണ്ടോർ ചെയ്തെടുക്കാന്നൊക്കെ പറയുമ്പോൾ then it is definitely അപ്പം നിങ്ങളുടെ ഒരു എസ്തെറ്റിക് ഗോളും ഹയറാ. അപ്പോൾ അത് എക്സ്പെൻസീവ് ആയിരിക്കും. പക്ഷെ ലൈക്ക് നിങ്ങളെ പോലത്തെ അല്ല, ഇപ്പോൾ മീഡിയ ബിസിനസ്സിലുള്ള ആൾക്കാരല്ല, പക്ഷെ സാധാരണക്കാർക്ക് അങ്ങനത്തെ ഒരു ഗോൾസ് അധികം ഉണ്ടാവാറില്ല. പാർലറുകളേക്കാൾ കൂടുതൽ കോസ്മെറ്റോളജി ക്ലിനിക്കുകളാണ്. ഇപ്പൊ എറണാകുളത്ത് എടുത്തു കഴിഞ്ഞാൽ എത്ര എണ്ണം ഉണ്ടാവും? പേരെടുത്ത് പറയാൻ തുടങ്ങിയാൽ പോലും എത്ര എണ്ണം ഉണ്ടാവും? ഇതൊരു ഭയങ്കര ഗ്രോയിങ് ബിസിനസ് ആണോ? അപ്പോൾ
സൗന്ദര്യം എല്ലാവർക്കും ആവശ്യമുള്ളൊരു കാര്യമായി മാറുകയാണ്. എല്ലാവർക്കും മുടി വേണം, എല്ലാവർക്കും നല്ല സ്കിന്ന് വേണം, എല്ലാവരും ഭംഗിയിലിരിക്കണം. അപ്പോൾ അതിനുള്ള ഡിമാൻഡ് കൂടുമ്പോൾ ഒബ്വിയസ്ലി ആ ഇൻഡസ്ട്രിയും കൂടുമല്ലോ. ഇപ്പോൾ കൊച്ചിയിലാണെങ്കിൽ ഒന്ന് ഏറ്റവും കൂടുതൽ ആ സാച്ചുറേറ്റഡ് ആയിട്ട് നിൽക്കുന്നത്. ഇല്ല മറ്റേ തൃശ്ശൂരോ കാലിക്കറ്റിനോ ഒന്നും ഇത്രയും ഇല്ല. ബട്ട് നല്ല ക്ലിനിക്കുകളും ഉണ്ട്, ഒട്ടും ഒരു വിവരമില്ലാതെ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. സോ അതൊന്നുമില്ല. ഇപ്പോൾ ഒരു നല്ല ബ്രാൻഡിൽ നല്ലൊരു എക്സ്പേർട്ടിൻ്റെ അടുത്ത് പോകണം തന്നെയാണ്. സ്കിൻ വെച്ചിട്ടാണ് കളിക്കുന്നത്. അതിൻ്റെ അകത്ത് അത്രയും റിയാക്ഷൻസ് വന്ന് നമ്മളും ഡീൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ ഈ ഒരു ഇൻ്റർവ്യൂ കൂടെ ഞാൻ അതും കൂടെ പറയട്ടെ. എത്ര അധികം ക്ലിനിക്സ് ഉണ്ടെങ്കിലും ഞാൻ എന്നുള്ളതല്ല, ഇവിടെ വിവരമുള്ള കുറേ നല്ല ഡോക്ടർമാരുണ്ട്. സോ ഡെർമറ്റോളജിയിൽ നിന്ന് കോസ്മെറ്റോളജിയിൽ നിന്ന് ഇപ്പോൾ ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചിലാണ് ഇപ്പോൾ ഞങ്ങളുടെ ബ്രാൻഡ് നിൽക്കുന്നത്. അപ്പോൾ ഇതിന് വാച്ച് ചെയ്യുന്ന ആളുകൾ അത് മനസ്സിലാക്കി കറക്റ്റ് സ്ഥലത്ത് പോകണമെന്നേ ഞാൻ പറയുള്ളൂ. ശരി. അപ്പോൾ ഏതായാലും അങ്ങനെ വളരെ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബിഫോർ വൈൻഡിങ് അപ്പ്, ഒരു യങ് ഓണ്ടർപ്രണേഴ്സ് അല്ലെങ്കിൽ ആസ്പയറിംഗ് ഓണ്ടർപ്രണേഴ്സിനോട് വളരെ സക്സസ്ഫുൾ ആയ ഒരു ഓണ്ടർപ്രണർ എന്ത് അഡ്വൈസ് നൽകും? ഹാർഡ് വർക്ക് അല്ലാതെ, കൺസിസ്റ്റൻറ്റ് ഹാർഡ് വർക്ക് അല്ലാതെ വേറൊരു മെത്തേഡ് ഇല്ല. ഈ ഡോണ്ട് ഗിവ് അപ്പ് ഓൺ ചെറിയ കാര്യങ്ങൾ. യു ഷുഡ് ഡെഫിനറ്റ്ലി വാട്ട് എവർ പാത്ത് ദാറ്റ് യു ഹവ് ഡിസൈഡഡ് ഓൺ, സ്റ്റിക്ക് ബൈ ഇറ്റ്. ഇന്നോ അല്ലെങ്കിൽ നാളെ അവനവന് ഫുൾനെസ് കൊടുത്തിട്ടുണ്ടോ, ഹാർഡ് വർക്ക് കൺസിസ്റ്റൻ്റ് ആയി കൊടുത്തിട്ടുണ്ടോ, യു വിൽ റീച്ച് യുവർ ഗോൾസ്. ദാറ്റ്സ് ഇറ്റ്. Anyway, thank you so much. Thank you, Veena, for having me here. Thank you. ആത്മവിശ്വാസത്തോടെ എൻഗ്ലക്സ് ആർ എൻ പാസ്സാകുവാൻ ഒരേ ഒരു വാക്ക്, ആപ്പിൾ ആർ എൻ ക്ലാസ്സസ്.